കുഞ്ഞാപ്പോ ഞാനതോ കുറച്ചേരായി മഴയല്ലേ ഇജെന്താ കുഞ്ഞാപ്പോ മഴത്ത് കുട ചൂടാതിരുന്ന് മഴ ആയിട്ട് കുട കൈ പിടിച്ചു വരുന്നത്? അതെ ഞങ്ങളുടെ കുട ഇല്ലല്ലോ. അപ്പൊ ഉമ്മ എന്താണ് ഇവിടുന്ന് കുട വാങ്ങാൻ പറഞ്ഞു. കല്യാണക്കാരനെ ഉമ്മക്ക് കൊടുക്കാൻ പോവാണ്ടത്രേ. അപ്പൊ കുട വാങ്ങാൻ പറഞ്ഞു. ഉമ്മ അതിനാ കുട നശിപ്പിക്കരുത്, ആരാന്റെ കുടയാണ്. ഇന്നാളെ ഞാൻ സാധാരണ ഒരു കുട വന്നിട്ട് കാറ്റ് വന്നപ്പോ ഇങ്ങനെ ആക്കിയേ. അപ്പൊ അത് പാലിട്ട് അതിന്റെ പില്ലൊക്കെ പൊട്ടി. അപ്പൊ ഉമ്മ അറിയിങ്ങനെ കുട കേടത്താതെ കൊണ്ടിരുന്നോണ്ട്. മഴയല്ലേ അത് കുട ചൂടിണ്ട് വന്നൂടെ? കാറ്റ് വന്നത് അതേമാതിരി ഇങ്ങനെ ഞാനോ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിട്ട് ഇവിടെ കയറിക്കണ്. അപ്പൊ കാറ്റ് വന്നിട്ട് വീശണ്ടാച്ചിട്ടേ ഞാന് ഇത്രയും കോട്ടും ഇതൊക്കെ ഉണ്ടായിട്ട് ഒന്നും എടുക്കാതെ പോയപ്പോഴോ? ഇതോ ഇത് അങ്ങോട്ടല്ല, അവിടെ പഠിച്ചു വന്ന ആൾക്കാരില്ലേ അങ്ങോട്ട് കോട്ടൊക്കെ. ശരി, ഓരോരോ എന്നാലും പോയി കാണൂലല്ലോ ഒന്നിട്ട് പോയാല്. ഓര് കാണുന്നില്ലല്ലോ എടുത്തു പോയാല്. ഒന്നിട്ട് പോയാൽ മതി. അത് വേണ്ടടാ. ഓലപ്പൊടി എടുക്കാനും പറ്റില്ലല്ലോ മഴ കാരണേ. എത്രപോലെ ഓലപ്പൊടി കഴിക്കുന്നില്ലേ. അപ്പൊ അതൊന്നും എടുക്കാൻ പറ്റൂല. എല്ലാം പിന്നെ എന്താണ് എടുക്കാൻ പോണ് കൊടൊക്കെ ആയിട്ട് ഉമ്മാനെ? ഉമ്മാക്ക് പണിക്ക് പോകാൻ വേണ്ടിട്ടാടാ. രാവിലെ തുടങ്ങിയ മഴയാണ്. മഴ നിൽക്കണ്ടേ, മഴക്കൊരു ഒഴിവില്ല. അമ്മായിൻ്റെ കൂടെ പോയിരുന്നു. എന്നിട്ട് മാമ വന്നിട്ട് കാണാൻ പോയതാണ്. എന്നിട്ട് എന്താ അവിടുത്തെ വിശേഷം? അവിടുത്തെ വിശേഷം എന്താ, ഞങ്ങള് വെരങ്ങാടി മുന്നേ മൂത്തുമ്മക്ക് എത്തിക്കും. വെരങ്ങാടി മുന്നേ മൂത്തുമ്മക്ക് എത്തിക്കും. എന്നിട്ടോ എന്നിട്ടെന്താ ഉള്ളതൊക്കെ കോരി കൊണ്ടുപോയി. തന്നില്ലേ? ഞങ്ങൾക്ക് 2 മുട്ടായി ഒന്നും. അത് ശരി. പാർസല് വരാൻ തിന്നാൻ കിട്ടിച്ചിട്ട് കൊണ്ടുവരണല്ലേ? പാർസല് വരാണ്ട് പറഞ്ഞു. കഴിഞ്ഞ കൊല്ലം അമ്മായി പറഞ്ഞു, കഴിഞ്ഞ വരവില് മാമൻ വന്നപ്പോ അമ്മായി പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് തന്നിട്ട് ഇനി പാർസല് വരാണ്ട്. അപ്പൊ ഉമ്മ എന്നോട് പറഞ്ഞു കഴിഞ്ഞ കൊല്ലത്തെ പാർസല് ഈ പാർസല് കൂടി അമ്മായി ഒപ്പം തന്നോളൂ. ശരി, കഴിഞ്ഞ കൊല്ലം പറഞ്ഞ കഴിഞ്ഞ കൊല്ലം മാമ വന്നപ്പോ ഇതാകുമ്പോ ഞങ്ങൾ പോയി. അപ്പൊ അമ്മായി പറഞ്ഞു ഒന്നും കൊടുത്തിട്ടില്ല, പാർസല് വരാണ്ട് പറഞ്ഞു. ആ പാർസൽ ഇപ്പോഴും വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ മാമ 2ാമത്തെ വന്നിട്ടുണ്ട്. ഇപ്പോഴും പറഞ്ഞപ്പോ അമ്മായി പറഞ്ഞു പാർസൽ വരാണ്ട്. കൂടി വന്നിട്ട് ഒന്നിച്ച് പറഞ്ഞില്ല. ഉമ്മ പറഞ്ഞേ ഓളെ പാർസല് വരണ്ടേ തുടങ്ങിക്കണല്ലോ. അപ്പൊ ആ കൊല്ലത്തെ പാർസലും ഈ കൊല്ലത്തെ പാർസലൂടെ ഓളെ ഒന്നാളി തന്നോളൂ പറഞ്ഞു. അപ്പൊ ഞാൻ കാത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിടത്തൊരു കൊല്ലത്തിൽ കൂടി വരാൻ വേണ്ടി കാത്തിക്കഴിഞ്ഞു. അത് കിട്ടിയ അത് കിട്ടുന്ന പറയാ. പിന്നെ എല്ലാം കുഞ്ഞപ്പോ മൂത്താപ്പാന്റെ വല്ല വരുന്നുണ്ടോ? മൂത്താപ്പാക്കൊക്കെ വെച്ചാൽ ശാലയിൽ വളരെ നടക്കാൻ വെച്ചാൽ വരെ തന്നെ ഞങ്ങളോട് പറയാ, ആരോടും പറയണ്ട. ഇമ്മ വല്ലാതെ വിളിക്കൊന്നുമില്ല. ഇപ്പൊ പണി ഒന്നും ഇല്ലല്ലോ. ഈ പണി വന്നിട്ടുണ്ടെങ്കിൽ മൂത്താപ്പാക്ക് ഇറച്ചി വേണം, മീന് വേണം എന്നൊക്കെ നിൽക്കും. ഞങ്ങൾ ആ ചക്കക്കൂരൊക്കെ എടുത്തിട്ടുണ്ട്. അത് ഉണക്കല് മാത്രം കൂടി ഉണ്ട്. ചക്കക്കൂര് കൂട്ടാനും ചാറ് വെക്കും ചെയ്യും, മാതിരി വെക്കും ചെയ്യും. ഇപ്പത്തെ സ്ഥിതി അങ്ങനെയാണ്. അതിന്റെ ഇടയ്ക്ക് മുത്താപ്പ വന്നിട്ടുണ്ടെങ്കില് ഉമ്മ കുടുങ്ങു. കാരണം ഇപ്പൊ ഉമ്മാനെ ആരും പണിക്ക് നിൽക്കുന്നില്ല. മഴയായിട്ടാ? മഴയായിട്ടില്ല, ചിലരും പറഞ്ഞ കേണിമിത്തിനാ അല്ലല്ല ഉള്ളി ചെറിയ വെച്ചേക്കൂല ഉമ്മ. അതെന്നെ കെണിമിത്തിന് അന്ന് പറയണ്ടോ? അതുകൊണ്ട് ആരും നിൽക്കില്ല. പിന്നെ പോരാത്ത ഇജും പറയണ്ടാവേ ഉമ്മ ഇവിടെ പറഞ്ഞ എന്നോട് ഒന്ന് പറഞ്ഞൊക്കെ അതൊക്കെ തന്നെയാണ്. എന്റെ ഒതുക്കിയൊക്കെ ആയിട്ടാണ് ഞാൻ പാവത്തിനും കൂടി. ഇവിടെ കേട്ടത് അവിടെ പറഞ്ഞ്, അവിടെ കേട്ടത് ഇവിടെ പറഞ്ഞ അങ്ങനെ തന്നെ അല്ലേ? ഇവിടെയൊക്കെ പറഞ്ഞത് അവിടെ പറഞ്ഞു. ഇങ്ങനെയൊന്നും പിടിക്കാൻ പാടില്ല. എന്തിനാ? ശരി, മീൻ പിടിച്ചൂടെ? അതുകൊണ്ടാ മഴയത്ത് എങ്ങനെ പോവാ കുഞ്ഞപ്പോ? കുട കൂടി പോണം. അതിനല്ലേ കുട മേടിച്ചിക്കണ്. ഇവിടെ ആരും അവത്ത് ഒച്ചപ്പാടൊക്കെ കേൾക്കുന്നുണ്ട്. ഞാൻ കുറേ നേരമായി ഇവിടെ അല്ല എന്താ
മഴ വന്ന വെള്ളാവും. ഇജ്ജ് കയറുമ്പോ ആവൂലേ? അതിന്റെ പരേറ്റ് കയറിയാല് കുഴപ്പമില്ലല്ലോ. അല്ല ചോദിച്ചാണ്. മഴയൊക്കെ വേണ്ടി വന്നെന്ന് തോന്നൂലേ? ഞാൻ കയറിയാണ്. ഇജ്ജേ കുഞ്ഞപ്പ അതിന്റെ ഉമ്മ ഇവിടെ ഇല്ലല്ലോ. അപ്പൊ കൊട എങ്ങനെ കൊടുക്കുക? ഉമ്മ ഇവിടെ ഉണ്ടാവൂടാ. ഉമ്മ അവിടെ അത്ര വരെ പോയിണ്ടാവും. ഞാൻ ഇത്രയും കുറെ നേരമായി വന്നിട്ട് ഇതുവരെ വന്നിട്ടില്ല. അതിനകത്ത് വർത്തമാനം വന്നിട്ട് പോകൂല. അപ്പൊ ഞങ്ങൾക്ക് നാടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിപ്പോ മകൻ കുടിക്കാനുള്ളതാണ്. ഇപ്പം മാവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി വർത്തമാനം വന്നിട്ട് പോകൂല. അപ്പൊ അത് കുടിക്കാനും പറ്റൂല. പിന്നെ അതാണല്ലേ അതേ കാര്യം ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടാ ഞാൻ പറഞ്ഞില്ല. ഇജ്ജ് പറഞ്ഞു ഞാൻ പറയില്ല. ഇജ്ജ് പോയിട്ടേ എന്നാ ചായ കുടിച്ചോ. ഞാൻ ഇപ്പൊ എങ്ങനെയാണ് പോയിക്കൊണ്ട് ഞാൻ ചായ കുടിച്ചാൽ പോയിക്കോ. ഉണ്ടാക്കിട്ടാണ്.